ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 8th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യശാസ്ത്രം 2023-24 അധ്യയന വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് കഴിഞ്ഞ വർഷം നടന്ന നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. 1 മുതൽ 4 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും ഒരു സ്കോർ വീതം എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആര്? ഗാന്ധിജി, ആദം സ്മിത്ത്, കാൾ മാർക്സ്, ദാദാഭായ് നവറോജി. ഇതിൽ ആരാണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? അതെ, ആദം സ്മിത്ത് ആണല്ലേ. ആൻസർ എന്താണ്? ആദം സ്മിത്ത്. ദെൻ ഹര്യങ്ക രാജവംശത്തിലെ ഭരണാധികാരി ആരാണ്? ഹര്യങ്ക രാജവംശത്തിലെ ഭരണാധികാരി ആരാണ്? ബിംബിസാരൻ, ശിശുനാഗൻ, കാലശോകൻ, മഹാപത്മനന്ദൻ. ആരാണ് കൂട്ടുകാരി ഹര്യങ്ക രാജവംശത്തിലെ ഭരണാധികാരി? അതെ, ഓപ്ഷൻ എ ബിംബിസാരനാണല്ലേ. ഓപ്ഷൻ എ ബിംബിസാരൻ. ദെൻ അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള ഭൂനികുതി ഏത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അർത്ഥശാസ്ത്രത്തിൽ പരാമർശിച്ചിട്ടുള്ള ഭൂനികുതി ഏതാണ്? അതെ, ബാഗയാണല്ലേ. ആൻസർ എന്താണ്? ബാഗ. ദെൻ ലോക തണ്ണീർത്തട ദിനം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? അതെ, ഫെബ്രുവരി 2 ആണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, ഫെബ്രുവരി 2. ദെൻ 5 മുതൽ 7 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക. ഓരോന്നിനും 2 സ്കോർ വീതം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം. പ്രാചീന മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ഗുഹാചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് ഗുഹാചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്? അതൊന്നും നമുക്ക് എഴുതാം. എന്താണ്? ഗുഹാചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, സംഘമായി വിനോദത്തിലേർപ്പെട്ടിരുന്നു, അവർ കലാവൈദഗ്ധ്യമുള്ളവരായിരുന്നു. എന്തൊക്കെയാണ്? മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു, അതുപോലെ തന്നെ സംഘമായി വിനോദത്തിലേർപ്പെട്ടിരുന്നു, അവർ കലാവൈദഗ്ധ്യമുള്ളവരായിരുന്നു. ദെൻ ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത്. മൂവേന്തന്മാർ തലസ്ഥാനമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് നോക്കൂ. ചേരന്മാർ മുച്ചിരി. പാണ്ഡ്യന്മാരോ ഏതാണ് തലസ്ഥാനം എന്ന് പറയുന്നത്? അതെ, മധുരയാണല്ലേ. ദെൻ നമുക്ക് ഉറയൂർ നൽകിയിട്ടുണ്ട് തലസ്ഥാനം. അപ്പോൾ നമുക്കറിയാലോ മൂവേന്തന്മാർ എന്നുള്ളത് ചോളന്മാരാണല്ലേ. ആൻസർ എന്താണ്? ചോളന്മാർ. ഓക്കെ, ഇതിന് 7ാമത്തെ ചോദ്യം നോക്കിയാലോ. എന്താണ് കൂട്ടുകാരെ 7ാമത്തെ ചോദ്യം? ചെറിയ തോത് ഭൂപടങ്ങൾ എന്നാൽ എന്ത്? ഒരു ഉദാഹരണം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ ചെറിയ തോത് ഭൂപടങ്ങൾ? അതായത് വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് എന്തെന്ന് പറയുന്നത്? അതെ, ചെറിയ തോത് ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. എന്താണ്? വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. ഉദാഹരണം നമുക്ക് ഏതൊക്കെ എഴുതാം? അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടം. അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടം. ഓക്കെ, ഇത് നെക്സ്റ്റ് 8 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓരോന്നിനും 3 സ്കോർ വീതം. 8ാമത്തെ ചോദ്യം നോക്കൂ. ശിലകളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ശിലകൾ ഏത്? പ്രാഥമിക ശിലകൾ നമുക്കറിയാം. ഏതാണ്? ആഗ്നേയശിലയാണ് അല്ലേ. അതിശസ് ആഗ്നേയശിലയാണ്. പ്രാഥമിക ശിലകൾ എന്നറിയപ്പെടുന്ന ശിലകൾ ഏതാണ്? ആഗ്നേയശില. ദെൻ അവസാദ ശിലയ്ക്ക് ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് ഏത് എഴുതാം? മണൽ കല്ല്, ചുണ്ണാമ്പ് കല്ല്, ഇവയൊക്കെ എന്താണ്? അവസാദ ശിലയ്ക്ക് ഉദാഹരണമാണ് അല്ലേ. ദെൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാണത്? അതെ, കായാന്ത്രിത ശിലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? കായാന്ത്രിത ശില. ദെൻ സാമൂഹ്യ നിയന്ത്രണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന്? സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? സാമൂഹ്യ നിയന്ത്രണം എന്താണെന്ന് എഴുതാം. എന്താണ് കൂട്ടുകാരി സാമൂഹ്യ നിയന്ത്രണം? അതെ, സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്താനും നിലനിർത്താനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയുമാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. എന്താണ്? സ്വസ്ഥപൂർണമായ ചുറ്റുപാട് ഉറപ്പുവരുത്തുവാനും നിലനിർത്തുവാനുമായി ഓരോ സാമൂഹ്യ സംഘവും അംഗങ്ങളുടെ മേൽ ഏർപ്പെടുത്തുന്ന സമ്മർദ്ദങ്ങളെയും ഇടപെടലുകളെയുമാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. ഈ സാമൂഹ്യ നിയന്ത്രണത്തിൻ്റെ സവിശേഷതകൾ ചോദിച്ചിട്ടുണ്ടല്ലേ. നമുക്ക് എന്തൊക്കെ എഴുതാം? ഓരോ സമൂഹത്തിലും പൊതുവെ അംഗീകരിക്കപ്പെട്ട ചില പെരുമാറ്റ രീതികളുണ്ട്. പെരുമാറ്റ നിയന്ത്രണത്തിനും സാമൂഹീകരണത്തിനും ഉചിതമായ സാമൂഹ്യ സ്ഥാപനങ്ങൾക്ക് സമൂഹം രൂപം നൽകുന്നു.
നെക്സ്റ്റ് എന്ത് എഴുതാം? പോലീസ്, കോടതി, ജയിൽ, പട്ടാളം തുടങ്ങിയ സംവിധാനങ്ങൾ സാമൂഹ്യ നിയന്ത്രണം ഔപചാരികമായി നിർവഹിക്കുന്നു. സാമൂഹ്യ നിയന്ത്രണത്തിന് വിധേയരാകാത്തവർക്ക് കൊടുക്കുകയോ പെരുമാറ്റങ്ങൾ ഇല്ലാതാക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യാനുള്ള സ്ഥാപനങ്ങളും സംവിധാനങ്ങളും സമൂഹത്തിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഗോളതാപനം ജീവജാലങ്ങളുടെ നിലനിൽപ്പിനും ഭീഷണിയാകുന്നത് എങ്ങനെയെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് ഈ ആഗോളതാപനത്തിന് ദോഷങ്ങൾ എന്താണ്? അത് ധ്രുവ പ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്നതിലൂടെ സമുദ്ര ജലനിരപ്പ് ഉയരും അല്ലേ. അതുപോലെ സമുദ്രതീര ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന നാശം, ഭക്ഷ്യ ദൗർലഭ്യം, വൻതോതിലുള്ള കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. നമുക്ക് 12ാമത്തെ ചോദ്യം നോക്കാം. സാമൂഹ്യ സംഘം എന്ന നിലയിൽ കുടുംബത്തിന്റെ സവിശേഷതകൾ എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. സാമൂഹ്യ സംഘം എന്ന നിലയിൽ കുടുംബത്തിന്റെ സവിശേഷതകൾ എഴുതുക. ഇത് നമ്മൾ 11ാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്തില്ലേ അല്ലേ. എന്തായിരുന്നു? പ്രളയം ഒരു ദുരന്തമായി മാറുന്നതിന് കാരണമാകുന്ന കേരളത്തിന്റെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്തെല്ലാം സവിശേഷതകളാണ്? അതെ, പ്രളയം ദുരന്തമായി മാറിയതിന് കാരണമായ ഭൂമിശാസ്ത്രമായ സവിശേഷതകളാണ്. അത് കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞ കേരളത്തിന്റെ ഭൂഘടന. എന്താണ്? കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞ കേരളത്തിന്റെ ഭൂഘടന. കുന്നുകളും ചെങ്കുത്തായ മലനിരകളും, വ്യാപകമായ കുന്നിടിക്കൽ, പാറ പൊട്ടിക്കൽ, അതുപോലെ നദികളിലെ മണലൂറ്റ്, അശാസ്ത്രീയമായ ഭൂവിനിയോഗം, പരിസ്ഥിതി ലോല പ്രദേശങ്ങളിലെ ഇടപെടലുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ചോദ്യം. സാമൂഹ്യ സംഘം എന്ന നിലയിൽ കുടുംബത്തിന്റെ സവിശേഷതകൾ എഴുതുക. എന്തൊക്കെയാണ് സവിശേഷതകൾ? സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകളാണ് ചെറിയ സംഘം, അതുപോലെ തന്നെ പരിചിതർ, ഉയർന്ന സംഘബോധം, പൊതുവായ ചില പ്രവർത്തന രീതി, അംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു, വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നു. നെക്സ്റ്റ് നോക്കൂ. 13 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 4 സ്കോർ വീതം. നമുക്ക് 13ാമത്തെ ചോദ്യം നോക്കാം. ഉപരിതല നീരൊഴുക്കിന്റെ സംഭരണത്തിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്തെല്ലാമാണ്? തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക അല്ലേ. അതുപോലെ തന്നെ വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയിണൽ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക. അപ്പോൾ ഉപരിതല നീരൊഴുക്കിന്റെ സംഭരണത്തിന് സഹായകമാകുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് കൂട്ടുകാരെ? ഉപരിതല നീർത്തടങ്ങൾ സംരക്ഷിക്കുക, വനങ്ങൾ നിലനിർത്തുക, മരങ്ങൾ നട്ടുവളർത്തുക, ബഹുനില കൃഷി, തട്ടുകൃഷി, പുതയിടൽ, തടയണകൾ നിർമ്മിക്കുക, കയ്യാലകൾ നിർമ്മിക്കുക, മഴക്കുഴികൾ നിർമ്മിക്കുക. 14ാമത്തെ ചോദ്യം. ഹരിത വിപ്ലവം എന്നാൽ എന്ത്? ഹരിത വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയിലെ കാർഷിക മേഖലയിലുണ്ടായ നേട്ടങ്ങൾ എഴുതുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ എന്താണ് കൂട്ടുകാരെ ഹരിത വിപ്ലവം? അത് 2ാം പഞ്ചവത്സര പദ്ധതിക്ക് ശേഷവും ഇന്ത്യയുടെ ഭക്ഷ്യ ദൗർലഭ്യം പരിഹരിക്കാൻ കഴിയാത്തതിനാൽ കാർഷിക മേഖലയുടെ പുരോഗതിയും ഭക്ഷ്യ സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. 1960 മുതൽ 1970 വരെയുള്ള 1ാം ഘട്ടത്തിലും 1970 മുതൽ 1980 വരെയുള്ള 2ാം ഘട്ടത്തിലുമായി നടന്ന കാർഷിക രംഗത്തെ ഈ മാറ്റം ഹരിത വിപ്ലവമെന്ന് അറിയപ്പെടുന്നത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, ജലസേചന സൗകര്യങ്ങൾ, രാസവളം, കീടനാശിനികൾ, കുറഞ്ഞ പലിശയിൽ സാമ്പത്തിക സഹായം എന്നിവ ഉപയോഗപ്പെടുത്തി കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയാണ് ഹരിത വിപ്ലവം. നേട്ടങ്ങൾ പറയണം അല്ലേ. എന്തൊക്കെയല്ലേ നേട്ടങ്ങൾ? ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് നെല്ല്, ഗോതമ്പ് എന്നിവയുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാൻ കഴിഞ്ഞു. ചോദ്യം നോക്കാം നമുക്ക്. എ കോളത്തിന് അനുയോജ്യമായി ബി കോളം ക്രമപ്പെടുത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഉപരിതലം സംഭരിക്കപ്പെടുന്ന സ്വാഭാവിക ഇടങ്ങൾ ഏതാണ്? അത് തണ്ണീർത്തടങ്ങളാണ് അല്ലേ. ഏതാണ്? തണ്ണീർത്തടങ്ങൾ. ഭൂമിക്കടിയിലെ ജലസമൃദ്ധമായ ഭാഗത്തിന്റെ മുകൾ നിരപ്പ് ഏതാണ് കൂട്ടുകാരെ? അതെ, ജലപീഠമാണല്ലേ. ഭൂമിക്കടിയിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്ന ജലം, ഭൂഗർഭജലം.
മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നിർമ്മിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകൾ അരിപ്പ കിണറുകളാണ് അല്ലേ. യെസ്, ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, യോജിപ്പിച്ച് എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 16 മുതൽ 18 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിൽ ഉത്തരം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. 2018 കേരളത്തിലുണ്ടായ പ്രളയത്തിന്റെ ആഘാതങ്ങളെ സംബന്ധിച്ച് ഒരു വിവരണം തയ്യാറാക്കുക. അപ്പൊ പ്രളയമുണ്ടാക്കിയ ആഘാതങ്ങളാണ് അല്ലെ. എന്തൊക്കെയാണ്? യെസ്, 2018 ആഗസ്റ്റ് മുതൽ ആഗസ്റ്റ് 19 വരെ പെയ്ത മഴയെ തുടർന്ന് ജലസംഭരണികളിലേക്ക് ഉണ്ടായ നീരൊഴുക്ക് സംഭരണികൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ ജലത്തെ ക്രമീകരിക്കാനായി 37 അണക്കെട്ടുകളും തുറക്കേണ്ടി വന്നു. ഇടുക്കി അണക്കെട്ടിന്റെ 5 ഷട്ടറുകളും 20 വർഷത്തിനു ശേഷം തുറക്കേണ്ടി വന്നു. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ചെരിഞ്ഞാണ് കേരളത്തിന്റെ ഭൂഘടന. ഇടുക്കി, വയനാട് ജില്ലകളിൽ പെയ്ത മഴ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലിലും ഇടയാക്കി. ആകെ 381 ഉരുൾപൊട്ടൽ ഉണ്ടായി. ദെൻ കാർഷിക മേഖലയിലേക്ക് എഴുതാം. 10.80 ലക്ഷം കർഷകരെ പ്രത്യക്ഷമായി ബാധിച്ചു. 2,36,650 ഹെക്ടർ പ്രദേശത്തെ കൃഷി നശിച്ചു. 51,194 ഹെക്ടർ കൃഷിഭൂമിയിൽ മാലിന്യങ്ങളും പ്രളയത്തിൽ ഒഴുകിവന്ന വസ്തുക്കളും അടിഞ്ഞുകൂടി. ദെൻ വളർത്തുമൃഗങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? യെസ്, പശു, ആട്, എരുമ, പോത്ത്, കന്നുകുട്ടി, നായ, കോഴി തുടങ്ങി എല്ലാത്തരം വളർത്തുമൃഗങ്ങളും മറ്റനേകം ജീവജാലങ്ങളും ചത്തൊടുങ്ങി. ദെൻ ജീവഹാനി എത്രയായിരുന്നു? യെസ്, 2018 മെയ് 29, 2019 ജനുവരി 30 വരെ 513 പേർക്ക് ജീവഹാനി സംഭവിച്ചു. അതിൽ 28 പേർ മരിക്കുകയും 152 പേർ മണ്ണിടിച്ചിൽപ്പെട്ട് മരിക്കുകയും ഉരുൾപൊട്ടലിൽപ്പെട്ട് 153 പേർ മരിക്കുകയും ചെയ്തു. അപ്പം നിങ്ങളും എന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ പ്രളയത്തിന്റെ ആഘാതങ്ങളെ സംബന്ധിച്ചുള്ള വിവരണം തയ്യാറാക്കുക. ഓക്കെ, ഇത് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് കൂട്ടുകാർ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ? യെസ്, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. അതുപോലെ കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക. ഇതിന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടൽ നേരിടാൻ രാജ്യത്തെ പ്രാപ്തരാക്കുക. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രോപ്പോസ്ഫിയറിന്റെ സവിശേഷതകൾ വിശദമാക്കുക. ട്രോപ്പോസ്ഫിയർ അല്ലേ, എന്തൊക്കെയാണ് സവിശേഷതകൾ? ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഉയരം 13 കിലോമീറ്റർ വരെ. ഭൂമിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു, ഉയരം 13 കിലോമീറ്റർ വരെ. ദെൻ മധ്യരേഖാ പ്രദേശത്ത് വായു ചൂടുപിടിച്ച് ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ ഇവിടെ കൂടുതൽ ഉയരമുണ്ട്. ദെൻ ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിനും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപം കുറഞ്ഞു വരുന്നു. മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ്, ഇടിമിന്നൽ തുടങ്ങിയവ സംഭവിക്കുന്നു. സംക്രമണ മേഖല ട്രോപ്പോപാസ്. സംക്രമണ മേഖല പറയുന്ന പേരെന്താണ്? യെസ്, ട്രോപ്പോപാസ് എന്നാണ് അല്ലേ. അപ്പോൾ ഇത്രയും സവിശേഷതകളും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതാം. കൂടുതൽ അറിയാവുന്നതും കൂടി ഉൾപ്പെടുത്തി സവിശേഷതകൾ വിശദീകരിച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിട്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.